വൃത്രൻ എന്ന ഒരു അസുരൻ വളരെ പണ്ട് തന്റെ അസുര സൈന്യത്തോടൊപ്പം ദേവന്മാരെ ആക്രമിച്ചു. ആക്രമണത്തിൽ ഭയന്ന ഇന്ദ്രനും ദേവന്മാരും നിരാശരായി ബ്രഹ്മാവിനെ സമീപിച്ചു. എന്നാൽ അവർ നേരിട്ട യഥാർത്ഥ വെല്ലുവിളി എന്തെന്നാൽ ലോഹം, കല്ല്, തടി എന്നിവ കൊണ്ടുള്ള ആയുധങ്ങളാൽ അവൻ വധിക്കപ്പെടുകയില്ല എന്ന വരം വാങ്ങിയിരുന്നു. മഹാമുനിയായ ദധീചിയുടെ അസ്ഥികളിൽ നിന്ന് നിർമ്മിച്ച ഒരു ആയുധത്തിന് മാത്രമേ വൃത്രാസുരനെ വധിക്കാൻ സാധിക്കൂ എന്ന് ബ്രഹ്മദേവൻ അരുളിച്ചെയ്തു. കാരണം വർഷങ്ങൾ നീണ്ട തപസ്സിലൂടെ അദ്ദേഹത്തിന്റെ അസ്ഥികൾ ദിവ്യായുധങ്ങൾ പോലെ ശക്തമായിരുന്നു. ദേവന്മാർ ദധീചി മഹർഷിയെ സന്ദർശിച്ച് അവരുടെ ദുരവസ്ഥ വിശദീകരിച്ചു. ഒരു മടിയും കൂടാതെ മഹാനായ ആ മുനി തന്റെ യോഗവിദ്യയിലൂടെ ജീവൻ ഉപേക്ഷിച്ചു. ശേഷം ഇന്ദ്രൻ മഹർഷിയുടെ ശക്തമായ അസ്ഥികൾ ദേവശില്പിയായ വിശ്വകർമാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ പവിത്രമായ അസ്ഥികളിൽ നിന്ന് വിശ്വകർമാവ് അതിശക്തമായ ഒരു ആയുധം നിർമ്മിച്ചു. അതിന് വജ്രായുധം എന്ന് പേരു നൽകി. വജ്രായുധവുമായി ഇന്ദ്രൻ വൃത്രാസുരനെ നേരിട്ടു രാക്ഷസനെ വധിച്ചു. അങ്ങനെ ദധീചി മഹർഷിയുടെ ത്യാഗം യഥാർത്ഥ ശക്തി നിസ്വാർത്ഥതയിലാണെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ഒരു ഇതിഹാസമായി മാറി.